നമ്മളിപ്പോൾ കുറച്ച് ദൂരം നടക്കും. പാടത്തോടെ ചിലപ്പോൾ ഞാൻ ചായക്കട കിടന്നിട്ട് കുറച്ച് ദൂരം നടന്നു പോവുകയാണ്. ഇവിടെ നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നത്. കൊല്ലങ്കോട് ഗ്രാമത്തിൻ്റെ ഒരു ചെറിയൊരു ഭംഗിയുള്ള സ്ഥലമാണ്. നിറയെ മാവൊക്കെ ഉള്ള സ്ഥലമാണിത്. ഇവിടെ ഈ ഗ്രാമത്തിൻ്റെ ഒരു ദൃശ്യം, ഒരു ചെറിയ ഇട റോഡിലൂടെ നമ്മൾ നടന്നു പോവുകയാണ്. അവിടെ ഫോട്ടോ ഒക്കെ എടുക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഒരു ചെറിയ ഇടവഴിയാണ്, ചെറിയ ടാർ ചെയ്ത ഇടവഴി. ഈ ഇടവഴിയിലൂടെ ഞങ്ങൾ നടക്കുവാണ്. ഒരു സ്കൂട്ടർ യാത്രക്കാരൻ വരുന്നുണ്ട്. അയാൾക്ക് സൈഡ് കൊടുക്കാൻ വേണ്ടി ഞാൻ അല്പം മാറുകയാണ്. അയാൾ കടന്നു പോയി. നമ്മൾ ഇങ്ങനോ കൊച്ചു വീടുകളാണ്, എല്ലാം ചെറിയ ചെറിയ വീടുകൾ. നമ്മൾ ഈ വഴിയിലൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ്. ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാനുള്ള സൗകര്യം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതിൽ പോകുന്നത്. ആ വീടിൻ്റെ മുകളിൽ ഞങ്ങൾ ദൂരെ നിന്നൊക്കെ മലനിരകൾ കാണാം. നെല്ലിയാമ്പതി മലനിരകളാണ്. താഴേക്ക് പോയാൽ നല്ല പ്രകൃതി ഭംഗിയുള്ള നല്ല സ്ഥലമാണെന്നാണ് പറയണേ. എന്തായാലും ഇതിൻ്റെ താഴെ പോയി നമുക്ക് നോക്കാം ഇവിടെ എങ്ങനെയുണ്ട്, സ്ഥലം എങ്ങനെയുണ്ട്, ഇവിടെയൊക്കെ നല്ല ഭംഗിയുള്ള കാഴ്ചയാണോ എന്നൊക്കെ നമുക്ക് നോക്കാം. എന്തായാലും നമുക്കിവിടെ കണ്ടോ ഭയങ്കര വെയിലാണ്. വെയിൽ ഭയങ്കര ചൂടാണ്, നല്ല ചൂടാണ്. എന്തായാലും ഈ വഴിയിലൂടെ നമ്മൾ നടന്നു പോകുന്നു. ഇവിടെ എന്ത് കാഴ്ചയോടെ നമ്മൾ എന്തായാലും ഇതിപ്പോൾ നട്ടുച്ച സമയമായതുകൊണ്ട് നല്ല അതിതീക്ഷ്ണമായ ചൂടാണ്. അതിതീക്ഷ്ണമായ ചൂടായതുകൊണ്ട് നട്ടുച്ച സമയത്ത് അതിതീക്ഷ്ണമായ ചൂട് അനുഭവപ്പെടുന്നു. മലനിരകളൊക്കെ പോകെ നല്ല ചുട്ട് പഴുത്ത് നിൽക്കുന്ന അവസ്ഥയാണ് ഈ അവസ്ഥയിൽ നമ്മൾ ഇതിലൂടെ ഈ ചൂടത്ത് നമ്മൾ നടന്നു പോയത്. അങ്ങ് ദൂരെ നിന്ന് കാണാൻ പറ്റുമെന്നറിയില്ല, എന്നാലും കാണിച്ചു തരാം. ഉണ്ടോ വെള്ളം ഒഴുകുന്നുണ്ട് അങ്ങ് ദൂരെ, മലനിരകളിൽ നിന്ന് വെള്ളം ഒഴുകുന്ന ഒരു ദൃശ്യം. ഇതിലൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ്, കുറേ ദൂരം നടന്നു പോവുക. ഈ വീരത്തോടെ ഞാനുണ്ട്, തോമസ് സാറുണ്ട്, സുശീലുണ്ട്, ബിബിനുണ്ട്. ഞങ്ങളെല്ലാവരും കൂടെ നടന്നു പോവാണ്. ബാക്കിലൂടെ ആരും വരുന്നില്ല, ആരെങ്കിലും വരുന്നുണ്ടെന്ന് നോക്കി. ഭയങ്കര വെയിലാട്ടോ, നല്ല വെയിലെന്ന് പറഞ്ഞാൽ ഭയങ്കര വെയിലാണ്. ഈ വെയിലത്തോടെയാണ് നടക്കുന്നത്. ചിലരൊക്കെ തന്നെ ഈ ഇത്രയും ചൂടോടെ ഈ വെയിലത്ത് ഇത്രയും അത്യുഷ്ണത്തിൽ ഇങ്ങനെ നടന്നു പോകണേ എന്താണെന്ന് എല്ലാവരും ചിന്തിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ഈ കാഴ്ചകൾ കാണാനുള്ള ഭംഗി കൊണ്ട് അതൊന്നും ഒരു വിഷയമേ ആക്കുന്നില്ല. എന്തായാലും കാഴ്ച കാണുക എന്നുള്ള ഒരു ദൃശ്യത്തോടെ നടക്കുകയാണ്. വണ്ടിയിൽ പോകണം, വണ്ടിയിൽ പോയാലേ കാഴ്ച കാണാൻ പറ്റുള്ളൂ. നല്ല അത്യാവശ്യം നല്ല ദൂരമുണ്ട്, 1.5 കിലോമീറ്റർ ഉണ്ടെന്ന് പറഞ്ഞത് യാത്ര ഇവിടെ നാട്ടുകാരിലൊരാൾ പറഞ്ഞ്. എന്തായാലും അത്രയും ദൂരം പോയാലേ ഈ കാഴ്ച കാണാൻ പറ്റുള്ളൂ, വണ്ടിയിലൂടെ പോയാലേ കാഴ്ച കാണാൻ പറ്റുള്ളൂ. ഇതായത് കണ്ടോ, ഇവിടെയൊക്കെ കുട്ടികൾ കുടിക്കുന്നു, അങ്ങനെയുള്ള ദൃശ്യങ്ങളൊക്കെ ഇതുണ്ടോ. എന്തായാലും നമ്മൾ തിരിച്ച് നടക്കുക. എന്തായാലും ഇവിടെ വരാമെന്ന് വെച്ച് വന്നു, പക്ഷേ എന്തായാലും തിരിച്ച് നടക്കുക. കണ്ടോ 1.5 കിലോമീറ്റർ ഉണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് വീണ്ടും തിരിച്ച് നടക്കുക. ചില വണ്ടിയിലൊന്ന് വന്ന് കാണാം എന്നുണ്ട്. എന്തായാലും തിരിച്ച് നടക്കുക. എന്തായാലും ഇനി അടുത്ത ലൊക്കേഷനിലേക്ക് നമ്മൾ പോവുകയാണ്.